മഹാനായ പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദയുടെ ആണ്ട് നടക്കുന്ന മാസമാണ് വിശുദ്ധ ശഅബാൻ. ഹിജറ വർഷം 1402 ശഅബാൻ 10-നാണ് മഹാനവറുകൾ വഫാത്തായത്. മലപ്പുറം ജില്ലയിൽ പ്രശസ്തമായ പാണക്കാട് ദേശത്ത് പാണക്കാട് വില്ലേജ് ഓഫീസിന് സമീപം പാറമ്മൽ തറവാട് വീടിനോട് ചേർന്നുള്ള മക്കാമിലാണ് മഹാനായ സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആദ്യത്തെ ബാക്കവിയും നിരവധി മഹല്ലുകളിലെ ഖാദിയും മുദരിസുമായിരുന്നു പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ. ഹിജറ വർഷം 1334 റജബ് 3 അഥവാ 1914 ശനിയാഴ്ച പാണക്കാട് പട്ടർകടവിൽ ജനിച്ചു. പാണക്കാട് ജുമുഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങളാണ് പിതാവ്. മറ്റത്തൂർ, ചെമ്മൻകടവ്, കൊളപ്പുറം, വെല്ലൂർ ബാക്കിയാത്ത് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. പിതാവ് തന്നെയാണ് പ്രഥമ ഗുരു. മൗലാന കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, താജുൽ ഉലമ സ്വദഖത്തുല്ലാഹ് ഉസ്താദ്, മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അബ്ദുറഹീം ഹസ്രത്ത്, ഷേഖ് ആദം ഹസ്രത്ത്, ഉത്തമപാളയം അബൂബക്കർ ഹസ്രത്ത് എന്നിവരാണ് പ്രധാന ഉസ്താദുമാർ. സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ ആദ്യമായി മുദരിസും ഖാദിയുമായത് ജന്മദേശമായ പാണക്കാട് തന്നെയാണ്. പിന്നീട് ഇരുമ്പുചോല, വടകര വലിയ ജുമാഅത്ത് പള്ളി, ചാലിയം ജുമാഅത്ത് പള്ളി, കക്കാട് എന്നീ സ്ഥലങ്ങളിൽ അരനൂറ്റാണ്ടോളം ദർസ് നടത്തി. മുദരിസ് പൂക്കോയ തങ്ങൾ എന്നാണ് മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത്. ചാലിയം, കരുവൻതിരുത്തി, പുറ്റക്കാട്, പെരുമുഖം, എളന്നുമ്മൽ, പനയപ്പുറം, രണ്ടത്താക്കൽ, കക്കാട്ടുപാറ, തെക്കുംപാട്, പള്ളിക്കൽ, കോഴിപ്പുറം തുടങ്ങി ഒട്ടേറെ മഹല്ലുകളിൽ ഖാദി സ്ഥാനവും വഹിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന തങ്ങൾ തൻ്റെ ഗുരുവര്യന്മാരുടെ നിലപാടുകൾ അതേപടി പിന്തുടർന്ന് ജീവിച്ചു. അവിഭക്ത സമസ്തയുടെ മുഷാവറയിൽ അംഗമായിരുന്നെങ്കിലും 1967 മുതൽ വഫാത്ത് വരെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ മുഷാവറ അംഗമായിരുന്നു. പ്രമുഖ പണ്ഡിതരും മുദരിസും സൂഫി വര്യനുമായ പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ 8 മക്കളുണ്ട്. ഹിജറ വർഷം 1402 ശഅബാൻ 10-ന് 1982 ജൂൺ 2-ന് ബുധനാഴ്ചയാണ് മഹാനവറുകൾ വിട പറഞ്ഞത്. അല്ലാഹു മഹാന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ.